പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, ഞാൻ നിങ്ങളെ മുറിപ്പെടുത്തും, ഞാൻ തന്നെ നിങ്ങളെ സൗഖ്യപ്പെടുത്തും. ഞാൻ നിങ്ങളെ പ്രഹരിക്കും, ഞാൻ തന്നെ നിങ്ങളുടെ മുറിവുകളിൽ തൈലം പുരട്ടും, മുറിപ്പാടുകളിൽ ഇതാ ലേപനം പുരട്ടും. എൻ്റെ ആഗമനം, നിങ്ങളുടെ പക്കലേക്കുള്ള ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. ആകാശത്തുനിന്ന് വർഷിക്കുന്ന മഴത്തുള്ളി പോലെ ഉറപ്പാണ്. ഹോസിയ പ്രവചനം 6 പറയുന്ന ദൈവമേ, അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പക്കലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ, ഞങ്ങളുടെ ജീവിത വ്യാപാരങ്ങളിൽ, ഞങ്ങളുടെ ഇടപെടലുകളിൽ, ഞങ്ങളുടെ ആത്മാവിലും ശരീരത്തിലും മനസ്സിലുമേറ്റ എല്ലാ മുറിപ്പാടുകളെയും ദൈവമേ, അവിടുത്തെ ദിവ്യ സാന്നിധ്യത്തിൻ്റെ ശക്തിയാൽ അങ്ങ് നീക്കിക്കളയണമേ. ഞങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ആത്മാവിലും ഏറ്റ എല്ലാ ക്ഷതവും കർത്താവെ, അവിടുത്തെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തം കൊണ്ട് അങ്ങ് സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങളുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും ഇടവകളിലും അനുഭവിച്ച എല്ലാ അസ്വസ്ഥതകളും ദൈവമേ, അവിടുത്തെ കൃപാകടാക്ഷം കൊണ്ട് ഇല്ലാതാക്കണമേ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്നുള്ള ചിത്ത കർത്താവേ, ഞങ്ങളുടെ വിശ്വാസക്കുറവിനെ അങ്ങ് തീർക്കാൻ പാർക്കണമേ. അങ്ങയുടെ പരമമായ പിതാവിലുള്ള ആശ്രയത്വവും വിശ്വസ്തതയും സമർപ്പണവും തീർക്കാൻ പാർത്ത് അങ്ങ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി പിതൃസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ദൈവമായ കർത്താവേ, അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ, അവിടുത്തെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ തിരുനാമം ലോകമെങ്ങും അനുഭവപ്പെടട്ടെ. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, കർത്താവേ മഹത്വം, കർത്താവേ ആരാധന. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 12 തിരുവചനം 9 മുതൽ. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ, തിന്മയെ ദേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ. അതിഥി സൽക്കാരത്തിൽ തൽപരരായിരിക്കുവിൻ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവിൻ, കരയുന്നവരോടുകൂടെ കരയുവിൻ. നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർത്തിക്കുവിൻ. ഔദിത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുവിൻ. ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾ നടിക്കരുത്. യേശുവിൽ സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട ബ്രദേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുടുംബജീവിതത്തിലും ഇടവക കൂട്ടായ്മയിലും സന്യാസ ഭവനങ്ങളിലുമൊക്കെ ഉണ്ടായിരിക്കേണ്ട അനിവാര്യമായ ചില സ്വഭാവ വിശേഷങ്ങളെക്കുറിച്ച്, ചില മനോഭാവങ്ങളെക്കുറിച്ച്, ജീവിത ധർമ്മങ്ങളെക്കുറിച്ച് നമ്മെ അനുസ്മരിപ്പിക്കുന്ന തിരുവചന ഭാഗമാണ് നാം ശ്രവിച്ചത്. നിങ്ങളുടെ സ്നേഹം, പൗലോസ് പറയുന്നു, നിഷ്കളങ്കമായിരിക്കട്ടെ, കാപട്യമില്ലാത്തതായിരിക്കട്ടെ, കളങ്കമില്ലാത്തതായിരിക്കട്ടെ, കറകളില്ലാത്തതായിരിക്കട്ടെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഭാര്യാഭർത്തൃ ജീവിതത്തിലോ ഇടവകയിലെ വികാരിയച്ഛനും ഇടവകങ്ങളും തമ്മിലുള്ള ജീവിതങ്ങളിലോ അതുപോലെ സന്യാസത്തിലെ കമ്മ്യൂണിറ്റി ലൈഫിലും ഒക്കെ ഇങ്ങനെ നിഷ്കളങ്കമായ ഒരു സ്നേഹത്തിൻ്റെ കിരണങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ, പരന്നൊഴുകുമ്പോൾ, പ്രകാശിക്കുമ്പോൾ ആ ജീവിതം എത്ര സുന്ദരമായി. അപ്പോൾ ഒരുപക്ഷെ സങ്കീർത്തകനെ പോലെ നമുക്കും പറയാനാകും, സഹോദരന്മാർ സഹോദരിമാർ ഒരുമിച്ച് വസിക്കുന്നത് എത്രയോ ആനന്ദകരം, മാതാപിതാക്കളും മക്കളും ഒന്നിച്ച് ജീവിക്കുന്നത് എത്രയോ സുന്ദരം. അപ്പോൾ ജീവിതം സുന്ദരമാക്കാൻ
കൂട്ടായ്മയിലുള്ള ജീവിതം, അത് കുടുംബത്തിലാകട്ടെ, ഇടവകയിലാകട്ടെ, സമൂഹ ജീവിതത്തിലാകട്ടെ, അത് അനുഗ്രഹപൂർണ്ണമാക്കുവാൻ നമ്മളിൽ നിറഞ്ഞൊഴുകേണ്ടത് ഈശോ മിശിഹാ പറയുന്നു നിഷ്കളങ്ക സ്നേഹമായിരിക്കട്ടെ. ആ സ്നേഹത്തിലേക്ക് നമ്മൾ നിരന്തരം വളരേണ്ടതാണ്. അത് ഒരു ദിവസവും ആർജിച്ച് പൂർത്തിയാകുന്നില്ല. അതുകൊണ്ടാണ് എഫെസസ് ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ സമസ്ത മേഖലയിലും എല്ലാ വിധത്തിലും ശിരസ്സായ ക്രിസ്തുവിലേക്ക് വളരേണ്ടിയിരിക്കുന്നു. നിങ്ങളെ വിളിച്ച സ്വർഗീയ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. സ്നേഹത്തിൽ പരിപൂർണരായിരിക്കുവിൻ, കൂട്ടായ്മയിൽ പരിപൂർണരായിരിക്കുവിൻ. അപ്പോൾ ലോകത്തിൻ്റെ ചില തത്വശാസ്ത്രം അല്ല നമ്മെ നയിക്കേണ്ടത്. ലോകത്തിലെ ചില ചാനലുകളോ ചില പ്രത്യയ ശാസ്ത്രങ്ങളോ ചില നിരീശ്വര പ്രസ്ഥാനങ്ങളോ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ആത്യന്തികമായി നമ്മുടെ കുടുംബങ്ങളിലും ഇടവകളിലും സന്യാസ കൂട്ടായ്മയിലും വളരേണ്ടത്, നിലനിൽക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ വേരൂന്നിക്കൊണ്ട് പൗലോസ്ലീഹ പറയുകയാണ്, മക്കളെ നിഷ്കളങ്ക സ്നേഹമായിരിക്കട്ടെ. അങ്ങനെ നിഷ്കളങ്ക സ്നേഹത്തിൽ വളരുമ്പോൾ നമ്മുടെ ജീവിതം കൂട്ടായ്മയിൽ ഉള്ള ജീവിതം അനുഗ്രഹപൂർണ്ണമാകുക. അതുപോലെ തന്നെ സ്ലീഹ പറയുകയാണ്, പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കണം. എനിക്ക് തോന്നുക ഏത് അവസ്ഥയിലുള്ള ജീവിതമാണെങ്കിലും ആ ജീവിതം നമുക്ക് എന്നും രസകരവും എന്നും സ്വീകാര്യവുമായി മാറുക പരസ്പരം ബഹുമാനിക്കുന്നതിലാണ്. അത് പ്രായമുള്ളവരെ കൊച്ചുങ്ങൾ ബഹുമാനിക്കുന്ന കാര്യമല്ല, കൊച്ചങ്ങളെ ബഹുമാനിക്കാനും മാതാപിതാക്കൾ പഠിക്കേണ്ടതുണ്ട്. ഈ കൊച്ചങ്ങൾ കൊണ്ടൊരു ഐഡൻറ്റിറ്റി, കുഞ്ഞുങ്ങളെ കൊണ്ടൊരു പേഴ്സണാലിറ്റി, കുഞ്ഞുങ്ങൾ കൊണ്ടൊരു ശൈലി, അവരെ നമ്മൾ ബഹുമാനിക്കണം. അല്ലാതെ ഈ ബഹുമാനം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു അധ്യാപകൻ വിചാരിക്കരുത് സ്റ്റുഡൻസ് തങ്ങൾക്ക് നൽകുന്നതാണ് ബഹുമാനമെന്ന്. നേരെ തിരിച്ചുമാണ്, അധ്യാപകർ സ്റ്റുഡൻസിനെ ബഹുമാനിക്കണം. അങ്ങനെ പരസ്പരം ബഹുമാനിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഒരിക്കൽ ഒരു യാചകനോട് വളരെ സ്വാഭാവികമായിട്ട് ഇടപെട്ടൊരു നിമിഷം. അദ്ദേഹം ഇങ്ങനെ വെല്ലടിച്ച് ഞങ്ങളുടെ ഒരു ആശ്രമത്തിൻ്റെ വാതിൽക്കൽ വന്ന് നിൽക്കുകയായിരുന്നു. ഞാൻ കടന്നു വന്നത് അന്ന് പതിവിന് വിപരീതമായിട്ട്, എനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ചെയ്തതെന്ന് പോലും, പതിവിന് വിപരീതമായിട്ട് ഞാൻ അദ്ദേഹത്തോട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് കൈ കൊടുത്തപ്പോൾ ആ മനുഷ്യൻ എൻ്റെ കയ്യെ പിടിച്ചു എന്ന് മാത്രമല്ല, എൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ടില്ല. അല്പസമയം അദ്ദേഹം മുറുകെ പിടിച്ചു. അപ്പോൾ ആ കൈ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ ഏറെക്കാലമായി തെണ്ടാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു. ഏറെക്കാലമായി അദ്ദേഹം ഉപയോഗിച്ച വാക്ക് അങ്ങനെയാണ്, അതുകൊണ്ടത് പറയുന്നത്. ഞാൻ ഏറെക്കാലമായി തെണ്ടാൻ തുടങ്ങിയിട്ട്, പക്ഷേ എൻ്റെ കയ്യിലേക്ക് ആളുകൾ കാശിടുകയോ ഭക്ഷണം കൊണ്ടു തരികയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ നേരം നോക്കി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് എനിക്ക് കൈ തന്നത് ഒരാദ്യത്തെ അനുഭവം. അതുകൊണ്ട് എനിക്ക് കൈ വിടാൻ പറ്റിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു പക്ഷേ ഞാനന്ന് ചെയ്തത് എങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്ക് പോലും ശരിക്കറിയില്ല. ഞാൻ അതിനു മുൻപ് ഞാനും അങ്ങനെ കൈ കൊടുത്തിട്ടില്ല. പക്ഷെ അന്ന് ഞാൻ കൈ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാ. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്ന ഒരു വചനം ഇതായിരുന്നു. വിൻസെൻ്റ് പോൾ പറഞ്ഞതാണ്. അദ്ദേഹം എപ്പോഴും തൻ്റെ അനുയായികൾക്ക് കൊടുത്ത ഉപദേശങ്ങളിൽ ട്യൂസ്ഡേ കോൺഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളുണ്ട്, സിസ്റ്റേഴ്സിന് കൊടുക്കുന്നതാണ്. 1400ഓളം പേജുകളുണ്ട്. ഈ പേജുകളിൽ ആദ്യന്ത്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. ദ പുവർ ആർ യുവർ മാസ്റ്റേഴ്സ് യുവർ ലോഡ്. ദരിദ്രർ നിൻ്റെ യജമാനന്മാരാണ് എന്ന് വിചാരിച്ച് നീ അവരോട് ഇടപെടണം, അവരെ സ്നേഹിക്കണം, അവരെ പരിഗണിക്കണം എന്നാണ് വിൻസെൻ്റ് പറയുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അന്ന് അദ്ദേഹത്തിന് കൈ കൊടുത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞ് തുടർന്ന് കയറ്റിയിരുത്തിയ സംഭവങ്ങളിൽ പിന്നീട് എനിക്ക് വലിയ ആനന്ദം തോന്നി. കാരണം ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുകയായിരുന്നു. കാശ് കൊടുത്തതല്ല ബഹുമാനിച്ചത്, കൈ കൊടുത്ത് ബഹുമാനിക്കുകയായിരുന്നു. അപ്പോൾ ഈ പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സിസ്റ്റേഴ്സ്, നമ്മൾ ഓർക്കണം, നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള ജീവിതത്തിലോ കുടുംബത്തിലോ സമൂഹത്തിലോ ഒക്കെ ആകട്ടെ പരസ്പരം ബഹുമാനിച്ച് സംസാരിക്കാൻ പറ്റണം, പരസ്പരം ബഹുമാനാദരവ് കാണിക്കാനും പറ്റണം. ആ ബഹുമാനാദരവ് വരുമ്പോൾ അതൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കുന്നതിൻ്റെയും മറ്റുള്ളവരെ പരിഗണിക്കുന്നതിൻ്റെയും ഒക്കെ അടയാളമാണ്. നമ്മളിപ്പോൾ അപ്പം വരുമ്പോൾ നമ്മളിരിക്കുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റു, ആ എഴുന്നേൽക്കലിൽ ഞാൻ ആ വ്യക്തിയെ ബഹുമാനിക്കുന്നതാണ്, അദ്ദേഹത്തെ പരിഗണിക്കുന്നു. യു ആർ സംതിങ് പ്രീഷ്യസ് ടു മീ, യു ആർ സംതിങ് ഗ്രേറ്റ് ടു മീ, ഐ അക്സെപ്റ്റ് യു, ഐ അണ്ടർസ്റ്റാൻഡ് യു, ഐ റെക്കഗ്നൈസ് യു, യു ആർ വെരി വർത്തി ടു മീ. ഇങ്ങനെയുള്ള ഒത്തിരി സന്ദേശങ്ങൾ നമ്മൾ അതിലൂടെ പങ്കുവെക്കുക.
അപ്പോൾ പരസ്പരം ബഹുമാനിക്കുന്നതിൽ ശ്ലീഹ പറയുന്ന ഈ രണ്ടാമത്തെ വാക്ക് പ്രധാനപ്പെട്ട. ഓരോരുത്തരും, അപ്പനും അമ്മയും മക്കളും മാതാപിതാക്കളും സന്യാസ ഭവനത്തിലെ അധികാരികളും അധീനരും ഒക്കെ ഉത്സാഹമുള്ളവരായിരിക്കണം. മുന്നിട്ട് നിൽക്കുവിൻ, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. അപ്പോൾ നമ്മുടെ സമൂഹ ജീവിതം ഈ ശുശ്രൂഷയുടെ ജീവിതമാണ്. ആ ശുശ്രൂഷിക്കുവിൻ എന്ന് കർത്താവ് പറയുക. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. പ്രത്യാശയിൽ സന്തോഷിക്കുമെന്ന് പറയുമ്പോൾ ഈ പ്രത്യാശയില്ലാത്ത കുടുംബം അത് കരിക്കട്ട പോലെയാണ്. പ്രത്യാശയുള്ള കുടുംബത്തിൽ വേറെ ഒന്നുമില്ലെങ്കിലും തീക്കട്ട പോലെ നിൽക്കും. ഈ കലക്ക വെള്ളവും തെളിയും നമുക്ക് ഇടയ്ക്ക് സ്വയം പറയുവാനും മറ്റുള്ളവരോട് പറയാനും പറ്റണം. ഈ മഴയും പെയ്തു തീരും, ഈ മഴയും പെയ്തു തീരും, ഈ മഞ്ഞും ഉരുകി മാറും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും. ജീവിതത്തിൽ എനിക്കും ഉണ്ടാവും ഒരു ഡേ, ഒരു ദിവസം, ഒരു ദിവസം എന്ന ചിന്ത, പ്രത്യാശയുടെ ജീവിതം, അത് നമ്മെ എന്നും നയിക്കാൻ പറ്റണം. ഓഡോസിറ്റി ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ ദ്രാഷ്ട്യതയാണ് വാസ്തവത്തിൽ ആത്മാവിൻ്റെ ബലം, കുടുംബത്തിൻ്റെ ബലം എന്ന് പറയുന്നത്. വൺ മോർ ഡേ. കൊളംബസ് കപ്പൽ യാത്ര ചെയ്യുകയാണ്, ദേശങ്ങൾ കണ്ടുപിടിക്കാനുള്ള യാത്ര. എങ്ങുമെത്താതെ എല്ലാവരും തിരിച്ചു പോകുവാനായിട്ട് നിർബന്ധിക്കുകയും കൊളംബസിനെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ വൺ മോർ വീക്ക് എന്ന് പറഞ്ഞ അവസാനം കൊളംബസ് പറയുന്ന ഒരു വാക്കുണ്ട്, വൺ മോർ ഡേ. ഒരു ദിവസം കൂടി നമുക്ക് മുന്നോട്ട് പോകാം. പിന്നോട്ട് പോകണമെന്ന് പറയുന്നതോട് പറയുക, ഒരു ദിവസം കൂടി നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ അവസാനത്തെ വാക്ക്, ഒരു ദിവസം കൂടി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കപ്പലെത്തുന്നത് അമേരിക്കയുടെ തീരത്താണ്. അതൊരു ദേശം കണ്ടുപിടിക്കുന്ന അവസ്ഥ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കും ജീവിതത്തിൻ്റെ തകർച്ചയിൽ, കുടുംബത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഒക്കെ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ നയിക്കേണ്ട ചില ചിന്തകൾ ഇതാണ്. ഏത്? പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശയുടെ ആത്മാവ് പരിശുദ്ധാത്മാവാണ്. അതേസമയം നിരാശയുടെ ആത്മാവ് ദുരാത്മാവാണ്, തിന്മയുടെ ആത്മാവാണ്, അന്ധകാരത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ നമ്മിൽ നിന്നും ഈ ദുരാത്മാവിനെ നീക്കിക്കളയുകയും പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മുടെ അന്തരംഗത്തെ ആഴപ്പെടുത്തുകയും ചെയ്യണം പ്രത്യാശ കൊണ്ട്. അതാണ് ശ്ലീഹ പറയുക, പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. ക്ലേശങ്ങളിൽ ആത്മഹത്യ ചെയ്യാനൊന്നും അല്ല കർത്താവ് പറയുന്നത്. ക്ലേശങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും പീഡകളും ഉണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവാണ്, നിരീശ്വര പ്രസ്ഥാനത്തിൻ്റെ ആത്മാവാണ്, ദൈവത്തിൻ്റെ ആത്മാവല്ല. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന നോക്കി, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. എവിടെ ക്ലേശമില്ലാത്ത ജീവിതമുണ്ടോ? വേദനയും ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ജീവിതമുണ്ടോ? ആ ജീവിതം സ്വർഗത്തിലാണ്, അവിടേക്കുള്ള യാത്രയില്ല നമ്മൾ. അപ്പോൾ ഈ യാത്രക്കിടയ്ക്ക് കാല് തട്ടും മുറിയും, നിരാശപ്പെടേണ്ട. കാല് തട്ടും വീഴും, ഭയപ്പെടേണ്ട. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്, തക്ക സമയത്ത് നിന്നെ ഞാൻ ഉയർത്തും, തക്ക സമയത്ത് നിന്നെ ഞാൻ അനുഗ്രഹിക്കും, വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ. കർത്താവ് പറയുന്ന മറ്റൊരു വചനമാണ്, റോമാലേഖനത്തിലെ വചനമാണ് നാം വായിക്കുക, 12-ാം അധ്യായം 13-ാം വാക്യം. വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ. ഇത് വിശുദ്ധ കുർബാനയുടെ ആധ്യാത്മികതയാണ്. വിശുദ്ധ കുർബാനയിൽ നാം ശ്രദ്ധിച്ചാൽ പിന്നീട് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഓശാന ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് നാം കുർബാനയിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ കാണുന്നത് കർത്താവിൻ്റെ മനോഹരമായ സ്വയംദാനത്തിൻ്റെ നിമിഷങ്ങളാണ്. ഏത്? കോൺസെക്രേഷൻ. അപ്പവും വീഞ്ഞുമെടുത്ത് കർത്താവ് പറയും, took the bread, this is my body which is broken for you, this is my blood which is shed for you. ഇത് എൻ്റെ ശരീരമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം. ഇത് എൻ്റെ രക്തമാകുന്നു, നവീനവും സനാതനവുമായ പുതിയ ഉടമ്പടിയുടെ രക്തം, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന രക്തം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. നമുക്ക് കുർബാനയുടെ ആ മഹാരഹസ്യത്തിലേക്ക്, കുർബാനയുടെ കവദാശയ വചന പ്രാർത്ഥനയുടെ ആ നിമിഷങ്ങളിലേക്ക് നമ്മുടെ ആത്മാവിനൊരു നിമിഷം ഉയർത്താം. നമ്മളിപ്പോൾ ഏതെങ്കിലും ദേവാലയത്തിലാണെന്ന് നമുക്ക് വിചാരിക്കാം. ബലിയർപ്പണ സമയത്ത് നമ്മൾ പങ്കുചേരുന്നത് നമ്മുടെ മനസ്സിൽ ധ്യാനിക്കാം. വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് ആ നിമിഷങ്ങളെ നമുക്ക് കാണാം. അങ്ങനെ കണ്ടുകൊണ്ട് ഈ വചനം ഓർത്ത് നോക്കുകയും, യേശു തമ്പുരാൻ അപ്പം എടുത്ത്, കാസ എടുത്ത് എന്ന് വെച്ചാൽ വീഞ്ഞെടുത്ത് എന്തു ചെയ്തു? അവൻ ആശീർവദിച്ചു, ബ്ലസ്സഡ്, ദെൻ മുറിച്ചു, ബ്രോക്കൺ, ദെൻ ഗേവ്, നൽകി.
ഇതാണ് കവദാശി വചനത്തിലെ 3-4 പ്രധാനപ്പെട്ട യേശുവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പം എടുത്തു. അപ്പോൾ അപ്പം എടുത്ത് അവൻ ആശീർവദിക്കുന്നു. ഈ എടുക്കൽ ലോകത്തെ മുഴുവൻ, മനുഷ്യാത്മാക്കളെ മുഴുവൻ, ഇന്നലകളിൽ ജീവിച്ചവരും ഇന്നിൽ ജീവിക്കുന്നവരും നാളെ ജീവിക്കാൻ പോകുന്നവരുമായ സകലവിധ ആത്മാക്കളെയും തന്നിലേക്ക് ആവഹിച്ചെടുത്ത് തൻ്റെ തന്നെ ഭാഗമാക്കി തന്നോട് ചേർത്ത് വെക്കുന്ന യേശുവിൻ്റെ രൂപഭാവങ്ങൾ നമുക്കോർക്കാം. അതാണല്ലോ പീഡാസഹനവും മരണവും. ലോകത്തിൻ്റെ മുഴുവൻ നൊമ്പരങ്ങളും വേദനകളും മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും സ്പന്ദനങ്ങളും യേശു തൻ്റെ സ്വന്തമാക്കി എടുത്തിട്ട് ദൈവസന്നിധിയിലേക്ക് ഉയർത്തി നിർത്തിയിട്ട് ദൈവത്തോട്, പരമപിതാവിനോട് മാപ്പ് ചോദിക്കുന്ന, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വിശുദ്ധ നിമിഷമാണ് കുരിശുമരണം. യേശുവിൻ്റെ പീഡാസഹനം മുഴുവൻ, പെസഹ വ്യാഴം മുതൽ ഉത്ഥാന ഞായർ വരെയുള്ള രഹസ്യങ്ങൾ മുഴുവൻ, അത് മുഴുവനുമാണ് കൂദാശവചന പ്രാർത്ഥനയിൽ, അനാഫ്രയിൽ ഉടനീളം നമ്മൾ കാണുക. ഈശോ മിശിഹ ഇങ്ങനെ എല്ലാവരെയും ബലമതിച്ച്, എല്ലാവരെയും പരിഗണിച്ച്, എല്ലാവരെയും അംഗീകരിച്ച്, എല്ലാവരെയും സ്വീകരിച്ച് പിതാവിലേക്ക് ഉയർത്തി അനുഗ്രഹിച്ച് വളർത്തുകയായിരുന്നു. അങ്ങനെയെങ്കിൽ സമൂഹ ജീവിതം എന്ന് പറയുന്നത്, കുടുംബജീവിതം, ഇടവകയിലെ കൂട്ടായ്മ എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. എല്ലാവരെയും എടുക്കുന്ന, എല്ലാവരെയും അംഗീകരിക്കുന്ന, സ്വീകരിക്കുന്ന, ആശീർവദിക്കുന്ന ജീവിതം. അവൻ എല്ലാം എടുത്തു, എല്ലാവരെയും എടുത്തു, എല്ലാറ്റിനെയും എടുത്തു. ലോകം മുഴുവനെയും അവിടുന്ന് സ്വന്തം കരങ്ങളിലേക്ക് എടുത്തിട്ട് പിതാവിന് സമർപ്പിക്കുകയായിരുന്നു. തൻ്റെ തന്നെ സമർപ്പണത്തിലൂടെ ഈ ലോകത്തെ മുഴുവൻ അവിടുന്ന് ചേർത്ത് വെച്ചു, അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കും സാധിക്കട്ടെ അനുദിന ജീവിത മണ്ഡലങ്ങളിൽ, നമ്മുടെ കൊച്ചു ലോകത്തിൽ, നാം ജീവിക്കുന്ന കുടുംബത്തിൽ, നാം ജീവിക്കുന്ന സമൂഹങ്ങളിൽ എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് എടുത്തുയർത്താൻ, എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് എടുത്തുയർത്തി അംഗീകരിക്കുവാൻ, പരിഗണിക്കുവാൻ, ബലമതിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മൾ നോക്കുകയെ തുടർന്ന് നമ്മൾ കാണുക, അവൻ എടുക്കുക മാത്രമല്ല, ഈ അപ്പവും വീഞ്ഞും ആശീർവദിച്ചു, പിതാവിൻ്റെ കൃപ കൊണ്ട് നിറച്ചു. അപ്പോൾ ഈ ആശീർവാദത്തിൻ്റെ കരങ്ങൾ സദാ നമ്മെ നയിക്കേണ്ടതാണ്. ആശീർവദിക്കുന്നതെന്തും ഇതാ വിശുദ്ധമായി മാറുകയാണ്. നമ്മൾ നോക്കി, നമ്മൾ ദേവാലയം പണിത് ഈ ലോകത്തിലെ മണ്ണും കല്ലും ഇഷ്ടികയും എല്ലാം വെച്ചുകൊണ്ട് ആശീർവദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ദേവാലയമായി, ദൈവം വസിക്കുന്ന ഇടമായി. നമ്മളൊരു വ്യക്തിയെ പുരോഹിത ശുശ്രൂഷയ്ക്കായിട്ട് മാറ്റി പട്ടം കൊടുക്കുന്ന സമയം ആശീർവദിച്ചു കഴിഞ്ഞാൽ പുരോഹിതനായി. നമ്മളൊരു സ്ത്രീയെയും പുരുഷനെയും ലോകത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന ദേവാലയത്തിലേക്ക്. വിവാഹം എന്ന കുദാശ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർ ദൈവത്തിൻ്റെ മണവാട്ടിയും മണവാളിനുമായി വാസ്തവത്തിൽ അനുഗ്രഹിക്കപ്പെടുകയാണ്. എല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയാണ്. അപ്പോൾ കർത്താവ് നമ്മെ വിളിക്കുന്നത് ഇതാണ്, സമൂഹത്തിൽ നമുക്ക് അനുഗ്രഹമാകാൻ പറ്റണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഒരു പുതിയ പ്രൊവിൻഷ്യൽ ചാർജ് എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരിയേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെയായി. ഞാനപ്പോൾ ഞങ്ങളുടെ സഭയുടെ സ്ഥാപകനായ പേര് ബഹുമാനപ്പെട്ട കാട്ടറത്തച്ഛൻ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി. ഞാൻ പറഞ്ഞു, അച്ഛനെ വിചാരിക്കുന്ന അത്രയൊന്നും പാടുപീടി ഉണ്ടാവില്ല. അച്ഛൻ തനിയെ ഈ കുരിശെടുക്കാൻ നോക്കിയാൽ മുന്നോട്ട് പോവില്ല. പരിശുദ്ധമ്മയും ഈശോയൊക്കെ കൂടെയുണ്ടെങ്കിൽ കണിശമായിട്ടും ഈ അഡ്മിനിസ്ട്രേഷൻ വളരെ സ്മൂത്താവും അനുഗ്രഹമാവും സഭയ്ക്കും പ്രോവിൻസിനും. എന്താ ചെയ്യേണ്ടത്? കാട്ടറത്തച്ഛൻ പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു, സഭാധികാരികൾ അംഗങ്ങളുടെ മുഴുവൻ പേരെഴുതി പള്ളിയിൽ കൊണ്ടുപോയി അവർ പ്രാർത്ഥിക്കാൻ പോയിരിക്കുന്ന സ്ഥലത്ത് വയ്ക്കണം. എല്ലാ ദിവസവും ഈ ഓരോ വ്യക്തികളെയും പേര് ചൊല്ലി വിളിച്ചിട്ട് തിരുസക്രാരിയിലേക്ക് നോക്കിയിട്ട്, യേശുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കിയിട്ട്, ദൈവമേ ഈ മകനെ, ഈ മകളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഇന്നത്തെ അവരുടെ ജീവിത വഴികളിൽ നിൻ്റെ പ്രകാശം പരത്തണമെന്ന് പ്രാർത്ഥിക്കണം. ഇന്നത്തെ അവരുടെ ജീവിതയാത്രകളിൽ അവരുടെ പാദങ്ങളെ നീ പാറയിൽ ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിച്ചാൽ നിങ്ങൾക്ക് അവരുമായുള്ള ഇടപെടലും അവരുമായുള്ള കാര്യങ്ങളും എല്ലാം വളരെ എളുപ്പമാകും. ഞാൻ ഈ പ്രൊവിൻഷ്യനോട് ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞയച്ചത് നിമിഷം ഉറക്കുക. കുറച്ച് നാൾ കഴിഞ്ഞ് അദ്ദേഹം എനിക്കൊരു എഴുത്തെഴുതി. ഞാൻ വിചാരിച്ചതിലൊക്കെ വളരെയേറെ സുന്ദരമാണിപ്പോൾ, അനുഗ്രഹപൂർണ്ണമാണ്. എനിക്ക് ഞാൻ വിചാരിക്കുന്നതിൽ വേറെ കോപ്പറേഷൻ കിട്ടുന്നുണ്ട്, സഹകരണം കിട്ടുന്നുണ്ട്, അംഗീകാരം കിട്ടുന്നുണ്ട്, എല്ലാം സ്മൂത്തായിട്ട് പോകുന്നു. ഇപ്പോൾ ഞങ്ങളുടെ പ്രോവിൻസിൽ കാര്യമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഇത് കുർബാനയുടെ ആധ്യാത്മികത എന്ന് പറയുന്ന ഇതാണ്. എല്ലാറ്റിനെയും അനുഗ്രഹിക്കുക, എല്ലാവർക്കും വേണ്ടി മുറിക്കുക. ബ്രോക്കൺ. ഈശോ മിശിഹ തൻ്റെ ശരീരം മുറിച്ചത് യൂദാസിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഓർക്കണം.
യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ പോവുകയാണെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. പത്രോസ് തന്നെ നിഷേധിക്കാൻ പോവുകയാണെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. പക്ഷെ ഈശോ പറഞ്ഞത് 10 സ്ലീഹന്മാർക്ക് വേണ്ടി എൻ്റെ ശരീരം മുറിക്കുന്നുവെന്നല്ല. സെഗിയോൻ ഊട്ടുശാലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മുറിക്കപ്പെടുന്ന ശരീരം. ആ എല്ലാവരും എന്ന് പറയുമ്പോൾ ലോകം മുഴുവനുമാണ്. ഇന്നലെ ഉണ്ടായിരുന്നവരും ഇന്നലെ ജീവിക്കുന്നവരും നാളെ വരാൻ പോകുന്നവരും. അപ്പോൾ പത്രോസിൻ്റെ കരങ്ങളിലേക്കും യൂദാസിൻ്റെ കരങ്ങളിലേക്കും അധരങ്ങളിലേക്കൊക്കെ തന്നെ മുറിച്ച് നൽകിയ ഈശോ മിശിഹായുടെ ജീവിത ദർശനം, ഹൃദയ വിശാലത നമ്മൾ സമൂഹത്തിൽ നിലനിർത്തുമ്പോൾ, സമൂഹത്തിൽ പരത്തുമ്പോൾ, സമൂഹത്തിൽ വളർത്തുമ്പോൾ നമ്മുടെ സമൂഹ ജീവിതം സുന്ദരമാവുകയാണ്. അപ്പോഴാണ് വിളിയുടെ രഹസ്യം, വിളിയുടെ രസവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അല്ലെങ്കിൽ മതിപ്പായി, അല്ലെങ്കിൽ മടിപ്പായി, അല്ലെങ്കിൽ ഭാരമായി ജീവിതം, കൂട്ടായ്മ ജീവിതം, ഇത് നശിച്ചാൽ മതി, ചത്താൽ മതി എന്നൊക്കെ ചിന്തയിലേക്ക് പോവുകയാണ്. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ എല്ലാവർക്കുമായി മുറിക്കണം. മാത്രമല്ല, മുറിച്ചാൽ പോരാ. ഈശോ പറയുന്നത് എന്താ? നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം അവൻ കൊടുത്തു, ഗേവ് ഇറ്റ്. അവൻ എല്ലാവർക്കുമായി കൊടുക്കുകയാണ്. എല്ലാവർക്കുമായി കൊടുത്തു എന്ന് പറയുമ്പോൾ ഈശോയുടെ ഈ കുർബാനയുടെ ആധ്യാത്മികത നമ്മൾ ഓർക്കേണ്ടതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഏതെങ്കിലും കുറേ ആളുകളെയോ മാത്രമായി പാർഷ്യലായിട്ട് നിലനിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ചില രസമുണ്ടാവില്ല. അത് നമുക്ക് ബാധ്യതയായി മാറും. ആരുടെയും കരങ്ങളിലും കക്ഷത്തിലും വെച്ചു കൊടുക്കുന്നതല്ല ജീവിതം. എന്നാൽ എല്ലാവർക്കുമായി പകുത്തു കൊടുക്കുന്നതാണ് സമൂഹ ജീവിതം, സമർപ്പണ ജീവിതം, സന്യാസ ജീവിതം. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുക, ഹംഗറിയിലെ എലിസബത്ത് രാജ്ഞിയുടെ കഥയാണ്. എലിസബത്ത് രാജ്ഞി അതീവ ഭക്തയായിരുന്നു, വലിയ വിശ്വാസിയായിരുന്നു. രാജ്ഞിയാണെന്നുള്ള പാപം അവരൊരിക്കലും ലോകത്തിൻ്റെ മുൻപിൽ കാണിച്ചിട്ടില്ല. കാപട്യമില്ലാത്ത, വഞ്ചനയില്ലാത്ത ഇസ്രായേൽക്കാരനെന്ന് പറയുന്നത് പോലെ, ഈശോ പറഞ്ഞതുപോലെ ഇതാ അങ്ങനെയുള്ളൊരു രാജ്ഞി. അവരുടെ ഹോബി എന്ന് പറയാം, അഥവാ പരസ്നേഹത്തിൻ്റെ തീക്ഷ്ണത എന്ന് പറയാം. എങ്ങനെ? ഉള്ളതെല്ലാം വാരിക്കോരി മറ്റുള്ളവർക്ക് കൊടുക്കുക. ഹൃദയം നിറയെ സ്നേഹവും കൈ നിറയെ പണവും ഭക്ഷണ സാധനങ്ങളും ഒക്കെയായിട്ട് ഈ രാജ്ഞി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോവും. പ്രത്യേകിച്ച് തെരുവ് മക്കളുടെ ഇടയിലേക്ക്, അനാഥരുടെ പക്കലേക്ക്, കുടിലുകളിലേക്ക്. അവിടെ ചെന്നിട്ട് അവർക്ക് ഈ സ്നേഹവും ഈ വാത്സല്യവും അംഗീകാരവും പ്രോത്സാഹനവും ഒക്കെ കൊടുത്ത്, അവർക്ക് തിന്നാനും കുടിക്കുവാനുമുള്ള പണവും സാധനങ്ങളൊക്കെ കൊടുത്ത് അവരെ എൻകറേജ് ചെയ്യും. അവർക്ക് വേണ്ടിയിട്ട് അവരോടൊപ്പം ഈ രാജ്ഞി ചെലവഴിക്കും സമയങ്ങൾ. അവസാനം രാജ്ഞി അവിടെ നിന്ന്, വീടാണെങ്കിൽ വീട്, തെരുവാണെങ്കിൽ തെരുവ്, അവിടെ നിന്ന് പോരുന്നതിന് മുൻപ് ഈ കൂട്ടം കൂടി എത്തിയ ആളുകളോടൊക്കെ ആയിട്ട് പറയും, മക്കളെ നിങ്ങളും ഇങ്ങനെയൊക്കെ ആകണം, നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യണം. എന്ത് ചെയ്യണം? നിങ്ങളും മറ്റുള്ളവർക്കായി പകുത്തു കൊടുക്കണം, നിങ്ങളെ തന്നെ കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും, ആ റാണി, ഞങ്ങളുടെ കയ്യിൽ പൊട്ടറ്റോ ഇല്ലല്ലോ, ഞങ്ങളുടെ കയ്യിൽ ഗോതമ്പില്ലല്ലോ, ഞങ്ങൾക്കൊന്നും പങ്കുവെക്കാനില്ലല്ലോ, പണമില്ലല്ലോ. അപ്പോൾ ഈ എലിസബത്ത് രാജ്ഞി അവരോട് സരസമായി പറയും, മക്കളെ അതൊക്കെ അമ്മയ്ക്കറിയാം, അതൊക്കെ റാണിക്കറിയാം. പിന്നെയോ? അപ്പോൾ അവർ പറയും, നിങ്ങൾക്കൊരു ഹൃദയമുണ്ടല്ലോ. അവർ വളരെ സിമ്പിളായിട്ട് പറയും, നിങ്ങൾക്കൊരു ഹൃദയമുണ്ടല്ലോ, അത് മറ്റുള്ളവർക്കായി നിങ്ങൾ കൊടുക്കണം. ഈശോ മിശിഹ വിഭജിച്ച് കൊടുത്തില്ലേ? ആ അവസാനത്തുള്ള രക്തവും അവസാനത്തുള്ള ജലവും ദാനമായി കൊടുത്തില്ലേ? അതുപോലെ മക്കളെ നിങ്ങൾക്കൊരു ഹൃദയമില്ലേ? എത്രയോ മക്കളാണ് ഇത്തിരി സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നത്, ഒരു തുള്ളി സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നത്. ആ നിങ്ങളുടെ ഹൃദയം പിളർന്ന് എന്നുവെച്ചാൽ ഹൃദയവികാരതയോടെ നിങ്ങൾ അവർക്ക് സ്നേഹം പകരുമ്പോൾ, നിങ്ങൾ അവരോട് അനുകമ്പയോടെ സഹാനുഭൂതിയോടെ വർത്തിക്കുമ്പോൾ നിങ്ങൾ ഇതാ മുറിക്കപ്പെടുകയാണ്, നിങ്ങൾ വിഭജിച്ച് കൊടുക്കുകയാണ്. വാഴ്ത്തി വിഭജിച്ച് നൽകി. അതാണ് കുർബാന രഹസ്യം. നിങ്ങൾ കുർബാനയായി മാറുകയാണ്. തുടർന്ന് റാണി പറയും, മക്കളെ നിങ്ങൾക്ക് കണ്ണില്ലേ? നിങ്ങൾക്ക് കാണാൻ കണ്ണുണ്ടല്ലോ, തിമിരമില്ലല്ലോ, ഇതാ നിങ്ങളുടെ കണ്ണിൽ ചെതുമ്പിലില്ലല്ലോ, ആ കണ്ണുകളിൽ കാഴ്ചയില്ലേ? നിങ്ങൾ കരയുന്നവരുടെ പക്കലേക്ക് പോകണം. എന്നിട്ട് ഈശോ മിശിഹായെ പ്രതി അവരുടെ കണ്ണുനീരൊപ്പണം. കരയുന്നവരുടെ മിഴികളിൽ നിന്നും ഞാൻ കണ്ണുനീരൊപ്പു എന്ന് പറഞ്ഞ ഈശോയെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അപ്പോൾ നിങ്ങൾ ഈ പാവപ്പെട്ടവരുടെ, കരയുന്നവരുടെ, വേദനിക്കുന്നവരുടെ കണ്ണുനീരൊപ്പുമ്പോൾ അവർക്ക് നിങ്ങൾ മിശിഹായായി മാറുകയാണ് ചെയ്യുക. അതിലപ്പുറം എന്താ കൊടുക്കുവാനുള്ളത്? അതിലപ്പുറം എന്താ നൽകുവാനുള്ളത്? വീണ്ടും എലിസബത്ത് രാജ്ഞി അവരോട് പറയും, മക്കളെ നോക്കൂ, നിങ്ങൾക്ക് ബലിഷ്ഠമായ 2 കരങ്ങളില്ലേ? എത്രയോ ആളുകൾ വീണ് കിടക്കുന്നു, മുറിവേറ്റ് കിടക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആ നല്ല സമരിയാക്കാരൻ്റെ കഥ? ഈശോ പറഞ്ഞത് നീയും പോയി അതുപോലെ ചെയ്യുവാനല്ലേ ഈശോ പറഞ്ഞത്? അപ്പോൾ മുറിപ്പാടേറ്റവരെ നിങ്ങൾ ഇതാ തൈലം പുരട്ടുമ്പോൾ, താങ്ങിയെടുക്കുമ്പോൾ, തലോടുമ്പോൾ,
അവിടെ മുറിപ്പാടുകളിൽ ആശ്വാസത്തിൻ്റെ കിരണങ്ങൾ പകരുമ്പോൾ നിങ്ങൾ അവർക്ക് മറ്റൊരു ക്രിസ്തുവായി മാറുകയാണ്. അതാ ദാനം ചെയ്യുന്നതിൽ നിങ്ങൾ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ, വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ എന്ന വചനം നിങ്ങൾ ജീവിതത്തിൽ പൂർത്തിയാക്കിയാണ്. വീണ്ടും റാണി പറയും, എലിസബത്ത് രാജ്ഞി പറഞ്ഞു, മക്കളെ, ബലിഷ്ഠമായ കാലുകളില്ലേ നിങ്ങൾക്ക്? എത്രയോ ജീവിതങ്ങൾ അവിടെയും ഇവിടെയും തളർന്നും തകർന്നും കിടക്കുന്നു. നിങ്ങൾ ആ കാലുകൾ കൊണ്ട് നടന്നെടുക്കണം അവരുടെ പക്കലേക്ക്, അവരുടെ ജീവിത വ്യാപാരങ്ങളിലേക്ക് ആശ്വാസത്തിൻ്റെ കിരണവുമായി. വീണ്ടും വളരെ സരസമായി എലിസബത്ത് രാജ്ഞി പറയും, മക്കളെ നോക്കൂ, നിങ്ങളുടെ നാവിൽ, നിങ്ങളുടെ വായിൽ ഒരു നാവില്ലേ? ആ നാവ് കൊണ്ട് കൊള്ളാം, നന്നായിരിക്കുന്നു, നല്ല ആശ്വാസത്തിൻ്റെ, പ്രോത്സാഹനത്തിൻ്റെ മാധുര്യം നിറഞ്ഞ വാക്കുകൾ പൊഴിയുമ്പോൾ അത് ജീവിതങ്ങൾക്ക് കുളിർമയാവുകയാണ്, ജീവിതങ്ങൾക്ക് ആനന്ദമാവുകയാണ്. പ്രിയപ്പെട്ടവരെ, എലിസബത്ത് രാജ്ഞി ഇപ്രകാരം തൻ്റെ ശുശ്രൂഷകൾക്ക് ശേഷം പറയുമായിരുന്നു. നാം വായിച്ച വചനം നമുക്കോർക്കാം. വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ. ഈശോ മിശിഹ അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് നൽകി, കാസയെടുത്ത് വീഞ്ഞെടുത്ത് വാഴ്ത്തി മുറിച്ച് നൽകി. ഈ മുറിച്ച് നൽകുന്നതിൻ്റെ ആധ്യാത്മികതയാണ് സമൂഹ ജീവിതത്തിൻ്റെ മുഴുവൻ കേന്ദ്രം, സമൂഹ ജീവിതത്തിൻ്റെ മുഴുവൻ വിജയം, കുടുംബ കൂട്ടായ്മയുടെ മുഴുവൻ ആനന്ദം. കർത്താവ് അതിലേക്ക് നമ്മെ വിളിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അങ്ങ് ഞങ്ങളെ വിളിച്ചനുഗ്രഹിച്ച് അങ്ങയെ തന്നെ ഞങ്ങൾക്കായി മുറിച്ച് നൽകിയല്ലോ. അങ്ങ് തന്നെ ഞങ്ങളെക്കായി അവിടുത്തെ തിരുരക്തം, ഹൃദയം തുറന്നുപോലും അവസാനത്തുള്ള രക്തവും ദാനമായി സമ്മാനമായി നൽകിയല്ലോ. കർത്താവെ, ദാനം ചെയ്യുന്നതിൽ നിങ്ങൾ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ. ഞങ്ങളുടെ കുടുംബം അങ്ങ് രൂപപ്പെടുത്തിയതിൻ്റെയും ഇടവക അങ്ങ് തീർത്തതിൻ്റെയും സമൂഹം അങ്ങ് പടുത്തുയർത്തിയതിൻ്റെയും എല്ലാ നിയോഗം ഈ മുറിച്ച് നൽകലും മുറിച്ച് ചിന്തലുമാണല്ലോ. ദൈവമേ, അതിന് ഞങ്ങളെ പ്രാപ്തരാക്കുവാൻ അവിടുത്തെ ആവരണം ചെയ്ത ആ ദിവ്യശക്തി പരിശുദ്ധാത്മാവ് ഞങ്ങളെ വലയം ചെയ്യട്ടെ. ആ ദിവ്യാത്മാവ് സ്വർഗം വിളർന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. ഞങ്ങളുടെ ആത്മാക്കളെ ജ്വലിപ്പിക്കട്ടെ. ഞങ്ങളുടെ ശരീരത്തെ ബലപ്പെടുത്തട്ടെ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ. ദൈവമേ, ഒരു പുതിയ സ്വപ്നവും ഒരു പുതിയ ദർശനവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെയും ഞങ്ങളുടെ സമൂഹത്തെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഇടവകകളെയും ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും അവിടത്തേക്ക് സ്തുതിയും സ്തോത്രവും ആരാധനയും എന്നും എന്നേക്കും. ആമേൻ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091-480-270-8098, 0091-480-270-2613. ഫാക്സ് 0091-480-270-8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.